9th ആകുമ്പോഴത്തേക്കും 10th പ്രിപ്പറേഷനായി, 10th കഴിഞ്ഞാൽ +1 +2 പ്രിപ്പറേഷനായി. ഇപ്പോഴും എൻട്രൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഇന്റേണൽ മാർക്സിൽ പലതും വ്യത്യാസം വരുത്താൻ പറ്റും, നമ്മളെ ഫെയിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പവർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആൾ എപ്പോഴും ഹെൽപ്ലെസ് ആണ്. അപ്പം നമ്മൾ ട്രോമറ്റൈസ്ഡ് ആയി പോകും. ഇപ്പോൾ ഒരു ഇഷ്യൂ ന്യൂസിലൊക്കെ വന്നിരുന്ന കാര്യമാണല്ലോ പയ്യന്റെ കാര്യം. അത്രയും കുട്ടികൾക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിക്കണം തുടങ്ങിയിട്ട്. ഒലക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണെങ്കിലും ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒലക്കൊക്കെ അടിക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ആങ്ഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു കുട്ടീനെ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ബിൽഡ് ചെയ്തെടുക്കാം. അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടി കൊടുത്ത് ആങ്സൈറ്റി ഉള്ള ഒരു കുട്ടീനെ ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് വിളുന്ന ഈ ജെൻസിയാണോ, ജെൻസിക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ആണോ, കുറവാണോ, എന്ത് ലേബലിലാണ് നമ്മൾ അവരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കുട്ടികൾക്ക് ഗിൽട്ട് ഫീൽ വരുന്നത് അവർ തോറ്റു പോകുന്നു എന്നൊരു ഏരിയ വരുമ്പോഴാണ്. പലപ്പോഴും ഈ തോൽവി വരുന്നത് കമ്പാരിസണിലൂടെയാണ്. എൻ്റെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, എൻ്റെ ഐഡന്റിറ്റി, ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് പോലെയാണ് എന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പലപ്പോഴും പേരൻസിനോട് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പേരൻസ് അറിയാതെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങളിൽ സഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് മെൻ്റൽ പ്രഷർ ആണെങ്കിലും ഇപ്പം അക്കാദമിക്സ് ആണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ കുട്ടികളിൽ തന്നെ ഭയങ്കര ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തൊക്കെയായിരിക്കും? അത് ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ തന്നെ ജെൻസി, ജെൻ ആൽഫ, അത് ഇതെന്ന് പറഞ്ഞ് പല പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇങ്ങനത്തത് അധികം സംസാരിക്കാറില്ല. ഇപ്പം നമ്മൾ തമാശയ്ക്ക് വിളുന്ന ഈ ജെൻസിയാണോ, അതായത് നമ്മൾ തമാശയ്ക്ക് പറയുമായിരിക്കാം, പക്ഷേ നമ്മളിങ്ങനത്തെ പല ലേബിലിട്ടിട്ട് എന്തിനാ ഈ ലേബിലിട്ട് ജെൻസിക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സ്പെഷ്യാലിറ്റി ആണോ, കുറവാണോ, എന്ത് ലേബലിലാണ് നമ്മൾ അവരെ ആ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെ അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക, അവരായിട്ട് കണക്റ്റ് ആവാൻ പറ്റുക എന്ന് പറയണത് പല ഈ ജനറേഷൻ ഡിഫറൻസസ് അവർ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം കുറച്ച് മുന്നേ നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് റീഡിങ് ഹാബിറ്റ്സ് അങ്ങനത്തെ പല കാര്യങ്ങളും കുട്ടികൾക്ക് ഇല്ലല്ലോ എന്നുള്ളത് സംസാരിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും റീഡിങ് ഹാബിറ്റ്സ് ഇല്ല എന്നുള്ളതല്ല, അവർ റീഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേയിലാണ്. ചിലപ്പോൾ ഫോണിലോ ടാബിലോ ആവാം. അതുപോലെ അവർ കാണുന്നതും കേൾക്കുന്നതും ഡിഫറെൻറ്റ് കണ്ടന്റ് ആവാം. അതിപ്പം എന്താ പറയുക, അവർക്ക് ആനിമേ ഇഷ്ടമാണോ, അതാണ് ഇഷ്ടമാണ്, അങ്ങനെ പല പല രീതിയിലുള്ള ഫിക്ഷൻസും സാധനങ്ങളൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അത് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസും ഗ്രാൻഡ് പാരൻസും അവരുടെ വീട്ടിലുണ്ടാവാം. അപ്പോൾ കുട്ടി എന്തോ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവരുടെ വേൾഡേ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു മേജർ ക്രൈസിസ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെയും കുറച്ച് സിമ്പിൾസും സാധനങ്ങളൊക്കെ അങ്ങനെ ടീച്ചേഴ്സിനെ കാണിച്ചു. ക്ലാസ് എടുക്കുന്നത് ടീച്ചേഴ്സിനാണ്. അവിടെ വന്നിട്ടുള്ള 1-2 ടീച്ചേഴ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ഇതെന്താന്ന് പോലും അറിയില്ല. അപ്പോൾ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ചെയ്യിക്കുന്നതായിട്ടുള്ള വേൾഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരാണ് അവരെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളുടെയും പേരൻസ് പഠിച്ചിരുന്ന കാലം തൊട്ടേ ഉള്ള സിസ്റ്റമാണ്. നമ്മൾ പോകുന്നത് നമ്മൾക്കേ അറിയാതെ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പഠിക്കണത് എന്നുള്ളതാണ് നമ്മൾ. അത് കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇപ്പോഴും അത് തന്നെയാണ്. ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന അക്കാദമിക് പ്രഷർ, ഇതൊക്കെ എന്തിനാ പഠിക്കണമെന്ന് തോന്നിയിട്ട് ഒരാൾ പഠിക്കേണ്ടി വന്നുള്ള അവസ്ഥ ആലോചിക്കുക. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് പോകുന്നപ്പോൾ നമ്മൾ ഈ ജെൻസി പിള്ളേരെയൊക്കെ പലതും കളിയാക്കുകയാണെങ്കിലും ബാക്കിയുള്ള ജനറേഷനേക്കാൾ കൂടുതൽ ഫൈനാൻഷ്യലി അവർ പെട്ടെന്ന് സ്റ്റേബിൾ ആവുന്നുണ്ട്. പല പല ജോബുകൾ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ല, നോ പറയാൻ മടിയില്ല. പല പോസിറ്റീവ് സൈഡ്സും അവർക്കും ഉണ്ട്. പക്ഷെ അവരിതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളൊക്കെ പലരും പല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യുന്നതാവാം, അവരെ മനസ്സിലാക്കാത്തതാവാം. എല്ലാ സ്ഥലത്തും നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അതുപോലെ നമ്മൾ ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെ കളിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ആ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും സാധനങ്ങളിൽ നിന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മളൊരു ടണലിലൂടെ ഇങ്ങനെ അവരെ വിട്ട് പുറത്ത് അടിക്കാൻ നോക്കുകയാണ്. ഒരു 9th ആകുമ്പോഴത്തേക്കും 10th പ്രിപ്പറേഷനായി, 10th കഴിഞ്ഞാൽ +1 +2 പ്രിപ്പറേഷനായി. അത് കഴിഞ്ഞ് ഇപ്പോഴും എൻട്രൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റല്ല, അത് അങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ പാരൻസ് ഇപ്പോഴും പണ്ടത്തെ പാരൻസ് ഇത് തന്നെ ഉണ്ട്. ചേഞ്ചസ് വരുന്ന പാരൻസ് ഉണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ ഫെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളും എല്ലാം പഠിക്കാൻ റെഡി ആയിട്ട് വരുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള പാരൻസ് ഉണ്ട്. പക്ഷേ അതിനൊന്നും ടൈമില്ലാത്ത പാരൻസും ഇപ്പോഴും ഉണ്ട്. അപ്പം
കുട്ടികളുടെ വേൾഡുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സിങ്ക് ആവാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കാനുള്ള ഓപ്പൺനെസ് എന്ന് പറയില്ലേ, അതെ, കുട്ടികളെ കേട്ടോണ്ടിരിക്കാൻ അവർ പറയണ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതെ, പക്ഷെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉള്ളിലാവാലോ, ആവാം. ഇതെന്താ നീ പറയണേ, ഇതെന്താണ് ഈ ചെങ്ങായി. അതായത് ഒരു കാർട്ടൂണിലൊക്കെ കാണുന്ന കുറേ ക്യാരക്ടേഴ്സിനെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിങ്ങനെ വരച്ചതാട്ടോ. അപ്പോൾ അവൻ വാളിൽ ഫുള്ള് നാലഞ്ചല്ല 8-10 ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇതെന്താ എല്ലാം ഒരേപോലെ ഇരിക്കണേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇവരൊന്നും അറിയില്ലേ, ചെറിയ കൊച്ചാ, ഇവരൊന്നും അറിയില്ലേ. അവൻ ക്രിയേറ്റീവായിട്ട് അവൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ എല്ലാം ഒരേ രൂപത്തിലിരിക്കുന്ന കാർട്ടൂൺ ഫിഗേഴ്സാണ്. എന്നിട്ട് അവൻ പറഞ്ഞു തരുമ്പോൾ അവൻ ഓരോരുത്തരുടെ സൂപ്പർ പവേഴ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവൻ ഫിസിക്സിലേക്ക് കണക്ട് ചെയ്ത് അവന് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇഷ്ടമാണ്, അങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ട്. നമ്മളൊരു ചെറിയ രീതിയിൽ ഇതിനെ കളിയാക്കിയും തമാശയായിട്ടും വിടാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തുനിന്ന് ആ കുട്ടി ചിന്തിച്ച് പോകുന്നതും ആ കുട്ടിയിൽ ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാക്കി വന്നിട്ടുള്ളൊരു ഏരിയ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളതിനെപ്പറ്റി കേൾക്കാൻ അവൈലബിൾ ആകുമ്പോഴും വില്ലിങ് ആകുമ്പോഴാണ് കുട്ടി നമ്മളടുത്ത് ഷെയർ ചെയ്യുള്ളൂ, കുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അവരെന്ത് ഡയറക്ഷനിലേക്കാണ് പോകാൻ നല്ലത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ ഇൻറ്റേർണലി ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലേ, അത് നമുക്ക് മനസ്സിലായാലല്ലേ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ കുട്ടികൾക്ക് ഗിൽട്ട് ഫീൽ വരുന്നത് അവർ തോറ്റു പോകുന്നു എന്നൊരു ആ ഒരു ഏരിയ വരുമ്പോഴാണ്. പലപ്പോഴും ഈ തോൽവി വരുന്നത് കമ്പാരിസണിലൂടെയാണ്. ആ കുട്ടിയെ നോക്കൂ, അവൻ അങ്ങനെ, നീ ഇങ്ങനെ. ഇത് കുട്ടിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സ്വന്തം വീട്ടിലുള്ള സിബ്ലിങ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ അത് നടക്കാറുണ്ട്, അയൽ വീട്ടിലെ കുട്ടികളായിട്ട്, ക്ലാസ്മേറ്റ്സ് ആയിട്ട്, എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. കമ്പാരിസൺ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, എൻ്റെ ഐഡൻറ്റിറ്റി, ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് പോലെയാണ് എന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. എനിക്ക് പല റീസൺസ്, എനിക്ക് ഇഷ്ടമല്ല പഠിക്കാൻ, ഈ ടോപ്പിക് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാറില്ല, അല്ലെങ്കിൽ ആ ടീച്ചർ എടുക്കണ എനിക്ക് മനസ്സിലാവാറില്ല, അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളും ഉണ്ടാവും. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളും ഉണ്ടാവാറുണ്ട്. അവർ പഠിക്കേണ്ട രീതികളേ ഡിഫറെൻ്റ് ആവാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് വായിച്ച് പഠിക്കുന്നതായിരിക്കാം കംഫർട്ട്, ചിലർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കാം, ചിലർക്ക് ആ വിഷ്വലി അത് എഴുതി ചിത്രമൊക്കെ വരച്ച് വെച്ച് അങ്ങനെ പഠിക്കുന്നതായിരിക്കാം. അപ്പം അവരെ എങ്ങനെ പഠിക്കുന്നതിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്കും കൂടി ഇരുന്ന് എക്സ്പ്ലോർ ചെയ്ത് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാതെ മാർക്ക് ഷീറ്റ് വരുന്ന സമയത്ത് മാത്രം അതിനെപ്പറ്റി സംസാരിക്കുകയും ചോദ്യം ചോദിക്കുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും 2 മാർക്ക് എവിടെ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ പണിഷ് ചെയ്യാനും നിൽക്കുന്ന പാരൻ്റ് ആണെങ്കിൽ അതിൽ പിന്നെ കുട്ടിയുടെ ഒരു ഗ്രോത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. പലരും കണക്ക് പറയുന്ന പാരൻസ് ഉണ്ടാവാറുണ്ട്. നിനക്ക് എന്തിൻ്റെ കുറവാണ്, ഇവിടെ നിന്നാണ് ആ സെൻറ്റൻസ് തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ്, നിനക്ക് എന്തിൻ്റെ കുറവാ, ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ചെയ്തു തരാൻ പറ്റിയതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റുന്ന ജീവിതമല്ല നിനക്ക് തന്നിട്ടുള്ളത്, എന്നിട്ട് എന്താ നിനക്ക് മാർക്ക് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കുട്ടി എന്ത് പറയാനാണ്? വാഴ ഫസ്റ്റിൽ പറയുന്നുണ്ട്, ഞാനോ ഇങ്ങനെയായി, എൻ്റെ കുട്ടിയെങ്കിലും നേരെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ നമ്മളുടെ അതാണ്, നമ്മൾ ഹീൽഡ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് പോലും. നമുക്ക് കിട്ടാത്തതിൻ്റെ ആ ട്രോമയില്ലേ, അത് വെച്ചിട്ട് നമ്മൾ കുറേ ബിലീഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പെർഫെക്റ്റ് പാരൻറ്റിങ് ചെയ്യണമെന്നാവാം, പെർഫെക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാവാം, എൻ്റെ ഫാമിലി ലൈഫിൽ ഇനി മിസ്റ്റേക്സ് വരരുത് എന്നുള്ളതാവാം. പല പല രീതിയിൽ ഞാനൊരു ഗുഡ് പാരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗുഡ് പാർട്ട്ണർ ആയിരിക്കും, എനിക്ക് തെറ്റ് പറ്റാൻ പാടില്ല, ഞാൻ പെർഫെക്റ്റ്ലി ചെയ്യണം, അങ്ങനത്തെ ഒരു ഓവർ റെസ്പോൺസിബിലിറ്റിയോ എന്തെങ്കിലുമൊക്കെ അവർ അവിടെ തൊട്ട് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ക്രൈസിസ് ആണ്. അപ്പുറത്തുള്ള ആൾ അതേ ഞാൻ വിചാരിച്ച പോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ലല്ലോ. സ്കൂൾസിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ലേബൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ, നീ ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇതേ പറ്റൂ, നിന്നെ കൊണ്ട് ഇതിൽ കൂടുതലൊന്നും കഴിയുന്നില്ല. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായ മാനസികമായിട്ടൊരു ഡിപ്രഷൻ വരാറുണ്ട്. അത് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ടീച്ചർമാരെ മാറ്റുള്ളത് അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ. അതായത് ഇന്നത്തെ കാലത്ത് ഇനി അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് തന്നെ അത് കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ടീച്ചിങ് മെത്തേഡ്സും ഇങ്ങനത്തെ ടീച്ചിങ് ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു ഇഷ്യൂ ന്യൂസിലൊക്കെ വന്നിരുന്ന കാര്യമാണല്ലോ പയ്യൻ്റെ കാര്യം. അപ്പം അത്രയും കുട്ടികൾ വന്നിട്ട് ലൈവായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് അല്ലേ? അത്രയും കുട്ടികൾക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോഴും മാനേജ്മെന്റ്
ആ അധ്യാപകൻ്റെ കൂടെയാണ്. ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിലേക്കൊന്നും പോണില്ല. പക്ഷെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ആളെ എന്തിനാ അവർ എക്സിസ്റ്റ് ചെയ്ത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ കുട്ടികൾക്ക് അത് പറയാനുള്ള ധൈര്യമില്ല. ഞാൻ ഈ കാര്യം പേഴ്സണൽ സർക്കിളിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടാവുന്നത് എന്തിനാ നോക്കി നിൽക്കേണ്ട ആവശ്യം, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യായിരുന്നില്ല, അങ്ങനെ റെസ്പോണ്ട് ചെയ്യായിരുന്നില്ല, ഇന്ന് ആ കുട്ടി മരിക്കില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻസ് പലയിടത്തുനിന്നും വരുന്നു. അതായത് ഈ കുട്ടികൾ വന്നത് അഭിപ്രായം പുറത്ത് പറയുന്നത് ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ അവരുടെ കഴിവ് കേടുകൊണ്ടാണ് അവർ സഫർ ചെയ്തത് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഞാനിപ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, സ്ഥാപനത്തിന് എനിക്ക് മോശമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ ഡയറക്റ്റ്ലി ടീച്ച് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പാർഷ്യാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിമിനേഷൻ, അവർ ഈ പറഞ്ഞ പോലെ ലേബിൾ ചെയ്യുന്ന കാര്യങ്ങൾ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഫറൻസസ്, അങ്ങനത്തെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യേണ്ട സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ടീച്ചേഴ്സിനെ കാണുന്നത് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ വിഷമമാണ്. നമ്മൾ എങ്ങനെയോ നമ്മൾ പഠിച്ചു വന്ന സാഹചര്യത്തിൽ എപ്പോഴും ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ റെസ്പെക്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്ന്, നമ്മുടെ ബോഡി ലാംഗ്വേജ് വരെ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ആ റെസ്പെക്റ്റ് വന്നു പോകുന്നതാണ്, പ്രായം നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ അങ്ങനെ കൊടുത്ത് ശീലിച്ച ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും ടീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ള ലേണിംഗ് അവിടെ നിന്ന് വരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ മാർക്സിൻ്റെ പ്രശ്നം വരാം. ഈ പറയുന്നത് പോലെ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ് വരുന്ന സമയത്ത് അവർ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടാവും, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ മാർക്സിൽ പലതും വ്യത്യാസം വരുത്താൻ പറ്റും, നമ്മളെ ഫെയിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പവർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആൾ എപ്പോഴും ഹെൽപ്ലെസ് ആണ്. അപ്പം നമ്മൾ ട്രോമറ്റൈസ്ഡ് ആയി പോകും. ആ പവറാണ് ആ ടീച്ചേഴ്സിനെ നീ മണ്ടനാണ്, നീ പൊട്ടനാണെന്ന് പറയാൻ കേപ്പബിൾ ആക്കുന്നത്. ആ പവർ അവർക്ക് കൊടുക്കാൻ അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്. പക്ഷേ മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ പവർ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇങ്ങനത്തെ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയേഴ്സ്. അത് എന്തും ചെയ്യാനുള്ള റൈറ്റ്സ്. ചിലപ്പോൾ ഇതിന് റിവേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. പേടിച്ച് ക്ലാസ്സിൽ പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഡ്രസ്സിങ് കറക്റ്റ് അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ കമൻറ്റ് ചെയ്യും, എന്ത് പറയും എന്ന് പേടിക്കുന്ന ഉണ്ട്. ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ സബ്സ്റ്റൻസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന കുട്ടികളെ കാരണം, കണ്ണൊക്കെ റെഡായിട്ട് ഇരിക്കുന്ന കാരണം പേടിച്ചിട്ട് ഒന്നും പറയാതെ അത് കാണാത്ത പോലെ ക്ലാസ് എടുത്തിട്ട് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ടീച്ചേഴ്സായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. രണ്ട് കൂട്ടരും നമ്മളിവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾക്ക് ആസ് എ സൊസൈറ്റി ഇതിനകത്തൊക്കെ വ്യത്യാസം കൊണ്ടുവരണം എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. അപ്പം ഒരു കുട്ടിയുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സ്കൂളിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്കൂളിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാന്ന് പറയുന്നതിൽ ഈ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ബോണ്ടില്ല. പണ്ട് ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് വിഷമം വരില്ല, ചെവിക്കൊന്ന് പിടിച്ചു കഴിഞ്ഞാലും വിഷമം വരില്ല. എല്ലാ ടീച്ചേഴ്സിനും ഇതിലൊന്നും പെടുത്തരുത് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം നമുക്ക് ഇഷ്ടം കൊണ്ടാണ്, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്, നമുക്ക് ആ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുമ്പോൾ അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്ന ആളുകളാവുമ്പോൾ നമുക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യാം. പക്ഷെ ഇന്നത്തെ കാലത്ത് പണിഷ്മെൻറ്റിൻ്റെ രീതികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാകും. പക്ഷേ ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളിൽ മോറൽ വാല്യൂസോ ഇമോഷണൽ സ്കിൽസോ ഇതൊന്നും ബിൽഡ് ചെയ്യുന്നതിൽ ആർക്കൊരു റോളില്ല. പോർഷൻ തീർക്കുക പോരാ, അറ്റൻഡൻസ് നോട്ട് ചെയ്യുക പോരാ, കുട്ടികൾ അറ്റൻഡൻസ് കൊടുക്കുക പോവുക, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് മാറി നമ്മളിതിനെല്ലാം കരിക്കുലത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഈ ക്ലാസ് ടൈമിൻ്റെ അപ്പുറത്തേക്ക് ടൈം വെച്ചിട്ട് ടീച്ചേഴ്സിന് ഇത് ബിൽഡ് ചെയ്യാൻ നിന്ന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ മോർ പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്ക് ചോയ്സസ് കൊടുക്കുന്ന രൂപത്തിലുള്ളൊരു, അത് 10th കഴിഞ്ഞിട്ട് +1 +2 സയൻസ് കെമിസ്ട്രി ഹ്യൂമാനിറ്റീസ് മറ്റത് കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസിയേഷന് പകരം കുറച്ചുകൂടെ ഏർലി സ്റ്റേജസിൽ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകളും ഓരോ കുട്ടികളുടെയും ഇതിനനുസരിച്ച് പോകാനുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുക്കണം. ടീച്ചേഴ്സിന് അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഗ്രൂമിങ്, അത് അവർക്കും വാല്യുവേഷൻസ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാ ഇത്ര ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇത്ര ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്ത് നമ്മുടെ ലൈസൻസ് റിന്യൂ ചെയ്യണം, നമ്മൾ പുതിയ ഡെവലപ്മെൻറ്റൽ പുതിയ ഏരിയാസ് വരുന്നതിനൊക്കെ ക്ലാസ്സസ് ആയിട്ടും കോൺഫറൻസസ് ആയിട്ടും അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതി കോൺസ്റ്റൻ്റ്ലി
ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന പോയിന്റ്സ് കിട്ടില്ല. ചെന്ന് എക്സാം എഴുതിയാൽ ഇത്ര പെർസെൻറ്റേജ് സ്കോർ ചെയ്താലേ നമുക്ക് പോയിന്റ്സ് കിട്ടുള്ളൂ. ആ പോയിന്റ്സ് ഇത്ര കിട്ടിയാലേ നമ്മുടെ ലൈസൻസ് അടുത്ത ഇത്ര വർഷത്തിൽ റിന്യൂ ആവുള്ളൂ. അതുപോലത്തെ ഇവാലുവേഷൻ സിസ്റ്റം ടീച്ചേഴ്സിന് വരണം, അവർക്ക് സിലബസ് വരണം, അവരെ ഇരുത്തി പഠിപ്പിക്കണം. അത് സബ്ജക്റ്റ് മാത്രമല്ല, ഹ്യൂമൻ ക്വാളിറ്റീസും കൂടി എങ്ങനെ കുട്ടികളിലേക്ക് ബിൽഡ് ചെയ്യാന്നുള്ളത്. സൈക്കോളജി ഒരു സബ്ജക്റ്റായിട്ട് വരട്ടെ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഒന്നേ ഉള്ളെങ്കിലും ഒലക്കയ്ക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു പ്രസ്താവന എത്രത്തോളം ശരിയാണ്? ഒലക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണെങ്കിലും ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒലക്കൊക്കെ അടിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു. ഒലക്കൊക്കെ അടിക്കാതെ ഫിസിക്കൽ പണിഷ്മെൻറ്റിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അത് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല. അത് ഒരു കുട്ടിക്ക് അതാണ് വേണ്ടത്, അതാണ് ആ കുട്ടിക്ക് നല്ലതെന്ന് ചിന്തിക്കുന്ന പല പാരൻസ് ഉണ്ടാവും. ഒരിക്കലും അതിനോട് അഗ്രി ചെയ്യാൻ പറ്റില്ല. അത് ഈ അടിയൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ അഡൾട്ട് ലൈഫിൽ വന്നിട്ട് സഫർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അവരും അറിയാതെ ചിലപ്പോൾ അവരുടെ കുട്ടിയുടെ അടുത്ത് അങ്ങനെ ആയി പോവാറുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ആ ട്രോമയൊക്കെ കിട്ടി അതിൻ്റെയാണ് ഈ സഫർ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സെയിം റിപ്പീറ്റേഷൻ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അതേ വരുന്നുള്ളൂ. പകരം ഇരുന്ന് സംസാരിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ചില സമയത്ത് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, കുട്ടി കിടന്ന് ഉരുണ്ട് പരണ്ട് കരയാം. അവിടെ ഇരുന്ന് കുട്ടിയുടെ അടുത്ത് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് നമുക്ക് കോ റെഗുലേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. ഒലക്കൊക്കെ അടിച്ചിട്ട് ആരും നന്നായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേടിച്ച് പോകത്തേ ഉള്ളൂ, ആങ്സൈറ്റി വരത്തേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനകത്ത് തന്നെയുള്ള അലേർട്ട് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ട്, അമിഗ്ഡാല പോലെയുള്ള ഏരിയാസ്. അത് ഹൈപ്പർ വിജിലൻ്റായി ഹൈപ്പർ സെൻസിറ്റീവായി പിന്നെ ആങ്ഷ്യസ് സ്റ്റേറ്റിലുള്ളൊരു കുട്ടീനെ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ബിൽഡ് ചെയ്തെടുക്കാം. അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടി കൊടുത്ത് ആങ്സൈറ്റി ഉള്ളൊരു കുട്ടീനെ ബിൽഡ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചു, പേരൻസിന് വേണ്ടി സംസാരിച്ചു, ടീച്ചേഴ്സിന് വേണ്ടി സംസാരിച്ചു. അറിയാതെ സംസാരത്തിൽ വന്നതാണ് പല കാര്യങ്ങളും, നമ്മൾ വിചാരിച്ച ഏരിയാസ് അല്ലാത്ത പലതും വന്നുപോയി അതിനകത്ത് വന്നു. ഓക്കെ, അപ്പം നമുക്ക് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ലൈക്ക് ഒരു പാരൻറ്റ് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ഒരു ഗുഡ് പാരൻ്റ് ആവാം എന്നത് വിട്ടിട്ട് എങ്ങനെ ഒരു കുട്ടിയെ നന്നായി മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.